പരമസത്യത്തിലേക്കുള്ള വഴികാട്ടികളാണ് ഗുരുക്കന്മാർ. ആഷാഢമാസത്തിലെ പൗർണമി ദിനമാണ് ഗുരുപൂർണിമയായി കണക്കാക്കപ്പെടുന്നത്. ഗുരുപൂർണിമയെക്കുറിച്ച് അറിയാം. നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും നമ്മോടൊപ്പം നമ്മെ കൈപിടിച്ച് നടത്തുന്നവരാണ് ഗുരുക്കന്മാർ. വിവേകത്തോടെ ജീവിതത്തെ നേരിടുന്നതിനുള്ള വഴികൾ തുറന്നു കാണിക്കുന്നതും ഗുരുക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ദിവസം എന്താണെന്ന് നാം അറിയേണ്ടത് തന്നെയാണ്. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ഗുരുപൂർണിമ വേദവ്യാസനെ സ്മരിക്കാനുള്ള ദിനമായി കണക്കാക്കപ്പെടുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന സംസ്കൃത ശ്ലോകം ഗുരുക്കന്മാരുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവും പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന വിഷ്ണുവും സംഹരിക്കുന്ന ശിവനും ഗുരുവാണ്. അതുകൊണ്ട് പരബ്രഹ്മമായ ഗുരുവിന് എൻ്റെ പ്രണാമം എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഓരോ വാക്കുകളും അർത്ഥം മനസ്സിലാക്കി തന്നതും നമ്മുടെ കൈപിടിച്ച് നടത്തിയതും നമ്മുടെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അവരെ നമിക്കുക, അവരെ ബഹുമാനിക്കുക. 4 വേദങ്ങളിലൂടെ എല്ലാ അറിവുകളും മാനവരാശിക്ക് നൽകിയ ആദി ഗുരുവാണ് വേദവ്യാസൻ. അതുകൊണ്ട് ഗുരുപൂർണിമ ദിവസം വ്യാസനെ സ്മരിക്കുന്നതിനും അനുഗ്രഹം തേടുന്നതിനും വിശിഷ്ടമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഗുരുപൂർണിമ വളരെ പ്രാധാന്യത്തോടെ ആചരിച്ചു പോരുന്നു. ഗുരുക്കന്മാരെ ആരാധിക്കുക എന്ന് തന്നെയാണ് ഗുരുപൂർണിമ ദിവസത്തിലെ ഏറ്റവും വലിയ ചടങ്ങ്. ഗുരുപൂർണിമ, ഗു എന്നാൽ അജ്ഞത അഥവാ അന്ധകാരം, രു തകർക്കുക, പൂർണിമ പൗർണമി അഥവാ വെളുത്ത വാവ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഗുരുപൂർണിമയുടെ ഉൽപ്പത്തി. എന്തായാലും അന്ധകാരത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ദിവസമായി തന്നെ മനുഷ്യർ ഈ ദിവസത്തെ കൊണ്ടാടുന്നു. ഗുരുപൂർണിമ ദിവസം മനുഷ്യന് നേരായ വഴി പറഞ്ഞു തന്ന ഗുരുക്കന്മാരെ സ്മരിക്കുന്നതിനും അവരോടുള്ള ആദരം പ്രകടിപ്പിക്കുന്നതിനുമുള്ള ദിവസമായി ഭാരതമൊട്ടാകെ കൊണ്ടാടുന്നു. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മളെ അക്ഷരം പഠിപ്പിച്ച ഗുരുക്കന്മാരെയും നമുക്ക് അറിവ് നേടി ഇത്രയും പ്രാപ്തരാക്കി തന്ന മാതാപിതാക്കളെയും സ്മരിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും നമ്മൾ തുടങ്ങേണ്ടത് തന്നെ. അപ്പോൾ ഗുരുപൂർണിമയുടെ പ്രാധാന്യം എന്തെന്ന് ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലകളായ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഗുരുസങ്കല്പത്തിൻ്റെ മഹത്വത്തിനു മുന്നിൽ നമിക്കുകയാണ്. ഈ ഗുരുസങ്കല്പത്തിനു മുന്നിൽ ശിരസ് നമിക്കുന്ന ഈ പ്രത്യേക ദിവസമാണ് ഗുരുപൂർണിമ. അന്ധകാരത്തിൽപ്പെട്ട് സത്യവും മിഥ്യയും തിരിച്ചറിയാതെ പോകുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നയാളാണ് യഥാർത്ഥ ഗുരുസങ്കല്പം. മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി കാണിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെയാണല്ലേ, പലയിടത്തും സ്റ്റക്കായി പോകാറുണ്ട്. അങ്ങനെ സ്റ്റക്കായി പോകുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ആ ഒരു വെളിച്ചമാണ് ഗുരു എന്ന് പറയാം. ഗു രു എന്നീ സംസ്കൃത അക്ഷരങ്ങൾ ചേർന്നാണ് ഗുരു എന്ന വാക്രൂപം കൈക്കൊണ്ടത്. സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരം എന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അതായത് മനുഷ്യൻ്റെ മനസ്സിലെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ പങ്ക് വളരെ വലുതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗുരുപൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുപൂജ നടത്തുന്നത്. ഏവർക്കും ഗുരുപൂർണിമ ദിനത്തിൻ്റെ ആശംസകൾ